ഹലോ ഡിയേഴ്സ്, ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ക്ലാസ് 5 ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ ആണ് നോക്കുന്നത് ദ ചെയിൻ ഓഫ് ലൈഫിൻ്റെ കേട്ടോ. അപ്പോൾ ലെസൺ 1 ദ ചെയിൻ ഓഫ് ലൈഫ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ 1 എന്താ? വിച്ച് ബേർഡ് ഈസ് ഷോൺ ഇൻ ദ പിക്ചർ ആൻഡ് വേർ ഈസ് ഇറ്റ് ആക്ച്വലി ഫൗണ്ട്? ആ ചിത്രത്തിൽ നിങ്ങൾ ഇതിൽ കാണുന്ന ചിത്രത്തിൽ ഏത് ബേർഡാണത്? അത് സാധാരണ എവിടെ കാണുന്നത് അല്ലേ? ദ കിങ് ഫിഷർ ഈസ് ഷോൺ ഇൻ ദ പിക്ചറിൽ എന്താണ്? ദ കിങ് ഫിഷർ ആണ് ആ പിക്ചറിൽ കാണുന്നത് അല്ലേ? ഇറ്റ് ഈസ് യൂഷ്വലി ഫൗണ്ട് ഇൻ ബൊറോസ് ഓൺ റിവർ ബാങ്ക്സ് ഓർ നിയർ പോൺസ് വേർ ഇറ്റ് ക്യാൻ ഫിഷ് അല്ലേ? എന്താണ് ഇത് സാധാരണയായി കാണുന്നത് എവിടെയാണ്? റിവർ ബാങ്കിലും പിന്നെ അതുപോലെ പോൺസിൻ്റെ അടുത്തൊക്കെ ആയിട്ട് അല്ലേ? അതിനെന്താണ്? അതിന് ഫിഷ് പിടിക്കാൻ, മീനിനെ പിടിക്കാൻ കഴിയുന്ന സ്ഥലത്തൊക്കെയാണ് അതുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെയിൻ ഫുഡ്സ് ഓഫ് എ ഗോട്ട്? ഗോട്ടിൻ്റെ മെയിൻ ഫുഡ് എന്താണ്? ഗ്രാസ്, ലീവ്സ് ആൻഡ് ഗ്രെയിൻസ് അല്ലേ? എന്താണ്? ഗ്രാസ്, പിന്നെ എന്താണ്? ലീവ്സ് ആൻഡ് ഗ്രെയിൻസ്, ഇതാണ് മെയിൻ ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നെയിം 2 ക്രീച്ചേഴ്സ് ദാറ്റ് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ്. എന്താണ്? എന്തൊക്കെയാണ് ഈ സ്മോൾ ഫിഷസിനെ തിന്നുന്നത്? ലാർജ് ഫിഷസും പിന്നെ ക്രെയിൻസും ആണ് എന്ത് ഈ സ്മോൾ ഫിഷിനെ കഴിക്കുന്നത് അല്ലേ? പിന്നെ വാട്ട് ഈസ് എ ഫുഡ് വെബ്? എന്താണ് ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ? എ ഫുഡ് വെബ് ഈസ് ആൻ ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ലിവിംഗ് ബീയിങ്സ് വേർ ഈച്ച് ഓർഗാനിസം ഈസ് കണക്റ്റഡ് ത്രൂ ദ ഫുഡ് ദേ ഈറ്റ്, ഫാമിംഗ് എ കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് ഫീഡിംഗ് റിലേഷൻഷിപ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണ്? വാട്ട് ആർ പ്ലാങ്ക്ടോൺ and why are they important? Plankton are small plants that flow freely in water bodies and are the producers in the ocean's habitat system, forming the base of the aquatic food chain. Question 6, what components does a fish need to survive a pond? പോണ്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഫിഷിന് ആവശ്യമായിട്ടുള്ള കമ്പോണൻസ് എന്താണ്? സൺലൈറ്റ്, അതായത് ജീവിക്കാൻ പോണ്ടിൽ ജീവിക്കാൻ ഫിഷിന് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ അല്ലേ? അപ്പോൾ സൺലൈറ്റ്, അക്വാട്ടിക് പ്ലാന്റ്സ് ആൻഡ് വാട്ടർ. ഈ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. വാട്ട് ഈസ് എ ഹാബിറ്റാറ്റ് ആൻഡ് ക്യാൻ യു ഗീവ് ആൻ എക്സാമ്പിൾ? എന്താണ് ആൻസർ? അപ്പോൾ എ ഹാബിറ്റാറ്റ് ഈസ് ആൻ എൻവയോൺമെന്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ കമ്പോണൻസ് നെസസറി ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് വേരിയസ് ഓർഗാനിസംസ്. ആൻ എക്സാമ്പിൾ ഈസ് എ പാഡി ഫീൽഡ്. ഹാബിറ്റാറ്റിൻ്റെ ഒരു എക്സാമ്പിൾ പാഡി ഫീൽഡാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 അടുത്തത്, വൈ ഈസ് ടൈഗർ കൺസർവേഷൻ ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ടൈഗറിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുന്നത്? ടൈഗർ കൺസർവേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ടൈഗേഴ്സ് ആർ എമംഗ് ദ ഹയസ്റ്റ് ലിങ്ക്സ് ഇൻ ദ ഫുഡ് വെബ് ആൻഡ് ദേ ഹെൽപ്പ് മെയിൻറ്റെയിൻ ഹെൽത്തി നമ്പേഴ്സ് ഓഫ് herbivores and carnivores in an ecosystem. Without tiger, there would be no creature to perform their functions, leading to imbalance in the ecosystem. അതുകൊണ്ടാണ് എന്ത് ടൈഗറിൻ്റെ കൺസർവേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് അല്ലേ? അതൊക്കെ നമ്മൾ എന്താണ് ചാപ്റ്ററിൽ എടുത്തതാണ് അല്ലേ? Then question number 9, what happens if the number of certain organisms in a food web change drastically? എന്താ സംഭവിക്കുക? ഈ ഫുഡ് വെബിലുള്ള സർട്ടൻ ഓർഗാനിസത്തിൻ്റെ നമ്പർ കൂടുകയാണെങ്കിൽ, എന്താണ് ചേഞ്ച് ഡ്രാസ്റ്റിക്കലി ആണെങ്കിൽ എന്താ സംഭവിക്കുക? If the number of certain organisms in a food web change drastically, it can disrupt the balance of ecosystem. എന്താണ് അത്? എക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസ് നശിച്ചു പോലെ. ഫോർ എക്സാമ്പിൾ, ഇഫ് ടൈഗർ ഡിസപ്പിയർ, ഇല്ലാതായാൽ അല്ലേ? എന്താ ടൈഗർ ഇല്ലാതായാൽ എന്താണ്? ദ പോപ്പുലേഷൻ ഓഫ് ഹെർബിവോറസ് ലൈക്ക് ഡീർ മൈറ്റ് ഇൻക്രീസ് എക്സസീവ്ലി ലീഡിങ് ടു ഓവർ ഗേസിങ് ആൻഡ് ഡാമേജ് ടു വെജിറ്റേഷൻ അല്ലേ? അപ്പോൾ എന്താണ് ഈ ടൈഗർ ഇല്ലാതായാൽ എന്താണ്? ഹെർബിവോറസിൻ്റെ പോപ്പുലേഷൻ കൂടിയാൽ എന്താണ്? അതായത് ഡീറൊക്കെ അല്ലേ ഇൻക്രീസ് എക്സസീവ്ലി കൂടും, മാനുകളൊക്കെ എണ്ണം കൂടും. ലീഡിങ് ടു ഓവർ ഗ്രേസിങ് ആൻഡ് ഡാമേജ് ടു വെജിറ്റേഷൻ. ഏറ്റവും കൂടിയ എന്താണ്? വെജിറ്റേഷനിലെ ഇലകളൊക്കെ എന്താവും? ഇല്ലാതാവും അല്ലേ? വെജിറ്റേഷനൊക്കെ ഇല്ലാതാവുന്നതാണ് പറയുന്നത് അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 10, വാട്ട് ഈസ് ആൻ ഇൻവേസീവ് സ്പീഷീസ് ആൻഡ് ക്യാൻ യു ഗീവ് ആൻ എക്സാമ്പിൾ? എന്താണ് ഇൻവേസീവ് സ്പീഷീസ് എന്നതിനൊരു എക്സാമ്പിൾ പറയുക വെച്ചിരിക്കുന്നത്? എന്താണ്? An invasive species is an organism that is not native to a particular area and causes harm to the local environment, economy or human health. An example is the African catfish, which feeds on native fish in some water bodies in Kerala and can disrupt the local ecosystem. Okay. Then question number 11, what is an photosynthesis and what are its main components? Photosynthesis is a process by which plants make food
using carbon dioxide and water with the energy from sunlight. The main components needed are carbon dioxide, water and sunlight. അല്ലേ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്ലാന്റ്സിന് എന്താണ് ഫുഡ് ഉണ്ടാക്കുക അല്ലേ കാർബൺ ഡയോക്സൈഡ് വെള്ളം എനർജി ഒക്കെ ഇതാക്കിയിട്ട് എന്താണ് സൺലൈറ്റിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഇതില്ലേ എന്താണ് ഫോട്ടോസിന്തസിസ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. എന്താ പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കും കാർബൺ ഡയോക്സൈഡും വാട്ടറും ഒക്കെ വെച്ചിട്ട് അല്ലേ. അപ്പോൾ എന്താണ് അതിന് എനർജി എവിടുന്ന കിട്ടുന്നത് ഈ സൺലൈറ്റിൽ നിന്നാണ് അല്ലേ. അതിനാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് അല്ലേ. ദ മെയിൻ കമ്പോണൻസ് നീഡഡ് ആർ കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് സൺലൈറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു പ്ലാന്റ്സ് ഗെറ്റ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ഫോർ ഫോട്ടോസിന്തസിസ്? എങ്ങനെയാണ് പ്ലാന്റ്സിന് ഈ ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നത്? പ്ലാന്റ്സ് ഗെറ്റ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് അല്ലേ. ത്രൂ സ്മോൾ പോർസ് ഇൻ ദർ ലീവ്സ് കോൾഡ് സ്റ്റൊമാറ്റോ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ആ ക്ലാസ് കേൾക്കുക കേട്ടോ. ഇത് ടീച്ചർ എടുത്തിട്ടുണ്ട് ക്ലാസ്. അതിൻ്റെ ക്ലാസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് വിടുക, അത് കേൾക്കുക കേട്ടോ. ദെൻ വാട്ട് ആർ ദ എപ്പിഫൈറ്റ്സ് ആൻഡ് ക്യാൻ യു ഗിവ് എൻ എക്സാമ്പിൾ? എന്താണ് എപ്പിഫൈറ്റ്സ്? അതിനൊരു എക്സാമ്പിൾ പറയാം അല്ലേ. എപ്പിഫൈറ്റ്സ് ആർ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോൺ ഓൺ അതർ പ്ലാന്റ്സ് ഫോർ സപ്പോർട്ട് ബട്ട് ഡു നോട്ട് ടേക്ക് ന്യൂട്രിയൻസ് ഫ്രം ദം. They absorb moisture from the air. An example of an epiphyte is an orchid. എന്താണ് ഓർക്കിഡ് അല്ലേ. Then question number 14. What are the semi-parasite and the total parasite and how do they differ? Semi-parasite are plants that make their own food but absorb water and minerals from host plant. An example is a Loranthus. Total parasite do not make their own food and they completely depend on the host plant for nutrients. An example is Cascata അല്ലേ. എന്താണ് സെമി പാരസൈറ്റും ടോട്ടൽ പാരസൈറ്റും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ സെമി പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും, പക്ഷേ വെള്ളം മിനറൽസ് ഒക്കെ എന്താണ് ആ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുക അല്ലേ. അതാണ് ലൊറാന്തസ് എക്സാമ്പിൾ അല്ലേ. ഈ ടോട്ടൽ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഫുഡും കംപ്ലീറ്റ്ലി എന്താണ് ആ ഹോസ്റ്റ് പ്ലാന്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ, ന്യൂട്രിയൻസിന് വേണ്ടിയിട്ട് അല്ലേ. കസ്കാട്ടയാണ് അതിന് എക്സാമ്പിൾ. ഈ ക്വസ്റ്റ്യൻ നമ്പർ 15. വാട്ട് ടൈപ്സ് ഓഫ് ഫുഡ് ഡു ഡിഫറെൻറ്റ് ക്രീച്ചേഴ്സ് അറൗണ്ട് അസ് ഈറ്റ്? എന്തൊക്കെ ഡിഫറെൻറ്റ് ക്രീച്ചേഴ്സ് ആണ് നമുക്ക് ചുറ്റുമുള്ളത്? വാട്ട് ടൈപ്സ് ഓഫ് ഫുഡ് ഡു ഡിഫറെൻറ്റ് ക്രീച്ചേഴ്സ് അറൗണ്ട് അസ് ഈറ്റ്? എന്താണ് വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ്, എന്തൊക്കെ ടൈപ്പ് ഫുഡാണ് ഡു ഡിഫറെൻറ്റ് ക്രീച്ചേഴ്സ് അറൗണ്ട് അസ് ഈറ്റ്? ഡിഫറെൻറ്റ് ക്രീച്ചേഴ്സ് ഈറ്റ് വേരിയസ് ടൈപ്സ് ഓഫ് ഫുഡ് ഇൻക്ലൂഡിംഗ് പ്ലാന്റ്സ്, സ്മോൾ ഫിഷസ്, ഇൻസെക്ട് ആൻഡ് അതർ ആനിമൽസ്. ക്വസ്റ്റ്യൻ നമ്പർ 16. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് എ ഫുഡ് ചെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. എന്താണ് ഈ ഫുഡ് ചെയിനിൻ്റെ കൺസെപ്റ്റ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുക, എക്സാമ്പിൾ അടക്കം. എ ഫുഡ് ചെയിൻ ഈസ് എ സീക്വൻസ് ഓഫ് ഓർഗാനിസംസ് വെർ ഈച്ച് ഓർഗാനിസം ഫീഡ്സ് ഓൺ ദ one below it in the chain. For example, grass is eaten by grasshoppers, which are eaten by frogs, which are eaten by snakes. How do living things depend on non-living things in their environment? Living things depend on non-living things such as sunlight, water, air and soil for their survival. For example, plants need sunlight and water to grow. Question number 18. What are the main components that plants need to make their food? Plants need carbon dioxide, water and sunlight to make their food through photosynthesis. Question number 19. How do leaves help in food production process of plants? Leaves contain chlorophyll which captures sunlight and uses it to convert carbon dioxide and water into food glucose for the plant. Question number 20. What are stomata and what is their function in plants? Stomata are tiny pores on the surface of leaves that allow exchange of gases. They let carbon dioxide in for photosynthesis and release oxygen. Question number 21. Why are chlorophyll and other pigments important for plants? Chlorophyll is important for capturing sunlight for photosynthesis, while other pigments like anthocyanin, carotene and xanthophyll give plants their various colors and help in absorbing light for photosynthesis. What happens during the respiration process in plants? During respiration, plants use oxygen to break down food glucose to release energy, producing carbon dioxide, water as byproduct. Then at the question, describe the relationship between host plant and the epiphyte with an example. Epiphyte grow on host plants for supporting but do not take nutrients from them. They absorb moisture from the air. An example is the orchid, which uses trees for support but absorb water from the atmosphere. The next question,
How do semi-parasite plants Tricholaranthes obtain their nutrients? Semi-parasite plants Tricholaranthes make their own food through photosynthesis but absorb water and minerals from their host plant. The next question. What is the role of an invasive species in an ecosystem and what problems can they cause? Invasive species such as the African catfish can outcompete native species for resources, leading to a decline in native populations and disrupting the ecosystem balance. Next question. How does the arrangement of leaves on a plant affect its ability to photosynthesize? The arrangement of leaves affect how much sunlight each leaf receives. Leaves arranged to maximize sunlight exposure can perform photosynthesis more efficiently. The next question. Explain the concept of biodiversity with an example. Biodiversity refers to the variety of living organisms in a particular habitat or ecosystem. For example, a biodiversity garden might include various plants, insect, birds, and small animals, each contributing to the ecosystem's health and stability. Next question. What would happen if an important predator like the tiger were removed from an ecosystem? If a top predator like a tiger were removed, it would lead to an increase in the population of herbivores like deer, which could overgraze vegetation and disrupt the balance of the ecosystem. Describe the process of photosynthesis and its importance to its life on Earth. Photosynthesis is the process by which plants use sunlight to convert carbon dioxide and water into glucose, food, and oxygen. This process is crucial for life, life on Earth, as it provides the primary source of food and oxygen for many organisms. Next, last question. What are some methods to observe the study of different habitats and their organisms? Methods including direct observation, keeping detailed notes, drawing food webs, preparing observation reports, and using tools like microscopes to study small details. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നന്നായി പഠിക്കുക കേട്ടോ. ക്ലാസ് 5 ബേസിക് സയൻസ് ഫസ്റ്റ് ചാപ്റ്റർ ചെയിൻ ഓഫ് ലൈഫിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. ഓക്കെ, താങ്ക് യു.